ശബരിമലയിലേക്കുള്ള നെയ് വിതരണത്തിലെ തട്ടിപ്പിൽ ദേവസ്വം ബോർഡിനെയും പഴിച്ച് മന്ത്രി കെ മുരളീധരൻ. നെയ് വിൽപ്പന നടത്തിയ മിൽമയ്ക്ക് മാത്രമല്ല വാങ്ങിയവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഗുണമേന്മ പരിശോധന നടത്താത്തത് ദേവസ്വം ബോർഡിന്റെ വീഴ്ചയാണെന്ന് ദേവസ്വം സെക്രട്ടറിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വിറ്റവര് ക്വാളിറ്റി ഇല്ലാത്ത നെയ്യ് വിറ്റു, വാങ്ങിയവർ ക്വാളിറ്റി പരിശോധിച്ചില്ല. അപ്പോൾ അതൊരു ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദേവസ്വം കമ്മീഷണറായിട്ടുള്ള രാജമാണിക്യത്തിനോട് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെ കാലഘട്ടങ്ങളിലാണ് ഇങ്ങനെയുള്ള വില കുറഞ്ഞ നിലവാരമില്ലാത്ത നെയ്യ് വാങ്ങിയത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി റിപ്പോർട്ട് തരാനാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതനുസരിച്ച് നടപടി ഉണ്ടാവും. ഞാൻ മുഖ്യമന്ത്രിയുടെ അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും പറഞ്ഞത് അത് അന്വേഷിച്ച് റിപ്പോർട്ട് തരണം, നടപടി ഗവൺമെൻറ് എടുക്കുമെന്ന് മുഖ്യമന്ത്രിയും സമ്മതിച്ചിട്ടുണ്ട്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ വിഷയത്തിൽ എങ്ങനെയാണ് ദേവസ്വം വകുപ്പ് മന്ത്രി ഇടപെടുന്നത്? കഴിഞ്ഞ സീസണിൽ, അതായത് കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലത്താണ് ആദ്യമായി ശബരിമലയിലെ നെയ്യുടെ വിതരണം മിൽമയെ ഏൽപ്പിച്ചത്. അതായത് മിൽമയുടെ നെയ്യ് സ്വീകരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതിൽ മിൽമയുടെ ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും എല്ലാം ഒത്താശയോടെ വ്യാജ നെയ്യ് ശബരിമലയിൽ മല കയറി എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനോടൊപ്പം പുറത്തു വന്ന അന്വേഷണ റിപ്പോർട്ടെല്ലാം അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കൂടി അറിവില്ലാതെ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ കൂടെ ഒത്താശയില്ലാതെ ഇത് നടക്കില്ല എന്നാണ് ഇപ്പോൾ ദേവസ്വം മന്ത്രി സംശയിക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയും ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിൻ്റെ പങ്കുണ്ടെങ്കിൽ അത് കണ്ടെത്തണമെന്ന നിലപാടിലായിരുന്നു, ആവശ്യത്തിലായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം റവന്യൂ സെക്രട്ടറി MG രാജമാണിക്യം IAS-നോട് ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ മന്ത്രി കെ മുരളീധരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഈ വിതരണം ചെയ്യുന്നവർ തെറ്റ് കാണിച്ചാൽ അത് വാങ്ങുന്നവർ അത് അറിയണമായിരുന്നു. അവിടെയാണ് ദേവസ്വം ബോർഡിനെ പഴിക്കുന്നത്. കെ ജയകുമാർ അധ്യക്ഷനായ ദേവസ്വം ബോർഡ് ഭരണസമിതി ഇതിന് ഉത്തരം നൽകണമെന്ന് തന്നെയാണ് ഇതിലൂടെ ദേവസ്വം മന്ത്രി വിശദീകരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇത് ഭക്തർക്ക് വലിയ തോതിൽ മുറിവേറ്റ സംഭവമാണ് എന്നതാണ് ദേവസ്വം മന്ത്രി വിശദീകരിക്കുന്നത്. കഴിഞ്ഞ കാലത്ത്, അതായത് ഈ കഴിഞ്ഞ തീർത്ഥാടന കാലത്തിന് മുൻപെല്ലാം തന്നെ അവിടെ വിതരണം ചെയ്ത, ശബരിമലയിൽ ആവശ്യങ്ങൾക്ക് വിതരണം ചെയ്ത നെയ്യിൽ ഈ വ്യാജൻ അല്ലെങ്കിൽ ക്രമക്കേടുണ്ട് എന്നത് കണക്കിലെടുത്താണ് കഴിഞ്ഞ സീസണിൽ ആദ്യമായി മിൽമയുടെ നെയ്യ് ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ തന്നെ വിവരങ്ങൾ നൽകിയത്.